നമസ്കാരം. നാളെ കർക്കിടക വാവാണ്. ചിലർ നമ്മുടെ മരിച്ചുപോയവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ ബലി ഇടുന്നവരുണ്ടാവും. ബലി ഇടുന്നവർക്ക് ബലിയിടാം, ഇടാത്തവർക്ക് ഇടാതിരിക്കാം. എന്തായാലും അതിൻ്റെ പിറകിലുള്ള സത്യം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായി നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നസ് ബോധമായി മാറുക എന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നതാണ്. അതായി മാറുക എന്നാണ്. മനസ്സ് ശുദ്ധമാക്കി നമ്മുടെ ബോധത്തിൽ ലയിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുക. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. അതാണ് രാമായണത്തിലായാലും ഭാഗവതത്തിലായാലും യോഗസൂത്രത്തിലായാലും എല്ലാം പറയുന്നതാണ്. യോഗസൂത്രത്തിലുള്ള ഒരു സൂത്രം ഞാൻ വായിക്കാം. സത്വപുരുഷയോ ശുദ്ധി സാമ്യേ കൈവല്യമിതി. സത്വപുരുഷയോ, സത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സും പുരുഷ നമ്മുടെ കോൺഷ്യസ്നസ് ബോധം, ഇത് രണ്ടും ഒന്നായി മാറുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. രാമായണത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് പ്യുവറാക്കി കഴിഞ്ഞാൽ അവിടെ അതിന് മറ്റു ചിന്തകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളുടെ മരിക്കുമ്പോൾ അയാൾക്ക് മറ്റു ചിന്തകളൊന്നുമില്ല. ഒന്നിക്കലും ഓം നമ ശിവായ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ചിന്ത മാത്രം ഉണ്ടാവും. അപ്പോൾ മനസ്സിൽ വേറെ ഒന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ബോധം പോയിട്ട് ഈ പ്രപഞ്ച ബോധത്തിൽ തന്നെ ചേർന്നു. പിന്നെ അതിൻ്റെ കൂടെ മനസ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ലാത്തതിനാൽ പുതിയൊരു ജീവിതമില്ല, സംസാരമില്ല, അവിടെ അവസാനിച്ചു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എന്തുവേണം? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിനെ ആക്കാൻ സാധിക്കൂ. അങ്ങനെ ശുദ്ധ മനസ്സുള്ള ഒരാൾ മരിക്കുമ്പോഴും പിന്നെ വേറൊരു ലൈഫ് അവർക്കില്ല. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വയം തന്നെ നേടിയെടുക്കാൻ മാത്രമേ സാധിക്കൂ. നമ്മുടെ മനസ്സിനെ നമുക്ക് മാത്രമേ ശുദ്ധീകരിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോഴും ആ ബോധത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇനി സ്വാഭാവിക ഒരു സംശയം ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സ് ഇമ്പ്യർ ആണ്. അത് പ്യൂരിഫൈ ചെയ്യാൻ ഈ ഒരു വാവ് ബലി കൊണ്ട് നമുക്ക് സാധിക്കും. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ചാൽ നമ്മൾക്ക് മോക്ഷത്തിനുള്ള നമ്മുടെ ഒരുപാട് മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറി ഒഴിഞ്ഞുപോയി. എൻ്റെ ബന്ധുവിന് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനൊരു ഇമ്പ്യൂരിറ്റി ആയിട്ട് എപ്പോഴും കിടക്കും. അതിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ കർക്കിടക വാവ് ബലി ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ മോക്ഷത്തിൽ ജീവിച്ചിരിക്കും